ദത്തേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അതേടാ, ഇന്നോളെ ആരെ അറിയിക്കാതെ ഞാൻ മനസ്സിൽ കൊണ്ടു നടന്ന കാര്യങ്ങളാ. ഇപ്പോഴെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ചങ്കുപൊട്ടി ചത്തുപോടാ. കണ്ണിലെ കൃഷ്ണമണിയേക്കാൾ സൂക്ഷ്മതയോടെ കഴിഞ്ഞ കുറച്ചാലായി ഞാൻ അവളെ കൊണ്ടു നടക്കുന്നത്. അവളുടെ എല്ലാ കോമാളിത്തരങ്ങൾക്കും കൂട്ടു നിൽക്കുന്നതും മനഃപൂർവ്വ. അവിടുത്തെ പോലെ ഇവിടെയും കളിച്ച് ഞാനെന്തിനാ പൊട്ടനാവുന്നതെന്ന് നീ പോലും ചോദിച്ചില്ലേ? കൂടുതൽ കുഴപ്പങ്ങളിലേക്ക് ആമി വീണു പോകുന്നത് കാണാൻ കരുത്തില്ലാത്തതുകൊണ്ടാ അവളുടെ വിരൽത്തുമ്പിലെ പാവയെ പോലെ നിന്നു കൊടുത്തത്. എന്തിനാ? എന്റെ ഈ പണിഷ്മെന്റ് ട്രാൻസ്ഫർ പോലും അവള് വാങ്ങിത്തന്ന സമ്മാനമല്ലേ? ഇതൊന്നല്ല, കഴിഞ്ഞ 6-7 മാസം ഞാൻ കെട്ടിയാടിയ വിഡ്ഢിവേഷങ്ങളൊക്കെയും അവക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിരുന്നു. ഏത് നിമിഷം പൊട്ടിപ്പോകുന്നൊരു കണ്ണാടിത്തുണ്ട നിന്റെ പെങ്ങളുടെ മനസ്സ്. ഇപ്പൊ ഈ കുഞ്ഞിന്റെ വരവ് മാത്രമാ അവളെ തിരിച്ചു പിടിക്കാനുള്ള എന്റെ ഏക പ്രതീക്ഷ. ഡോക്ടറും അങ്ങനെ തന്നെ പറഞ്ഞത്. ആർക്കും പിടിതരാത്ത ആമയുടെ മനസ്സിനെ പിടിച്ചു കെട്ടാൻ ഞങ്ങളുടെ കുഞ്ഞിനെ കഴിയുള്ളൂന്ന്. ആ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നമ്മുടെ ആമിയെ ഏതവസ്ഥയിൽ കിട്ടുകയെന്ന് ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല. അതി ഞാൻ പറയുന്നത് നീ കേൾക്കുന്നുണ്ടോ? പറ. എടാ, എന്റെ മനസ്സിപ്പോ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മെഴുകുതിരി പോലെയാ. ഉള്ളിലാകെ ഒരു പുകച്ചില. അളിയ വിഷമിക്കണ്ട, ചേച്ചിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല. അവക്കെന്തെങ്കിലും പറ്റിയ പിന്നെ ഞാനും ഉണ്ടാവില്ല. അളിയൻ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞങ്ങൾക്കൊക്കെ ധൈര്യം തരേണ്ടത് അളിയനല്ലേ? തകർന്നു പോയടാ, എന്റെ മനസ്സാകെ തകർന്നു പോയി. എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. നിയന്ത്രിച്ചേ പറ്റൂ. അളിയനറിയാലോ, ഞാനിവിടെ നിൽക്കുന്നത് അതിലും വലിയ തീ ചവിട്ടിട്ട. ഞങ്ങളുടെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ച പിന്നെ പൂജ ഉണ്ടാവില്ലെന്ന് അവള് പറഞ്ഞേക്കുന്നത്. മോനെ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിന്റെ മാനസികാവസ്ഥ. അളിയൻ സ്വാർത്ഥനാണെന്നും മോൻ വിചാരിക്കല്ലേ? എടാ, എനിക്ക് പറഞ്ഞേൽപ്പിക്കാൻ വേറെ ആളില്ലാത്തതുകൊണ്ടാ. ആദ്യം അളിയ ആമയും കുഞ്ഞിനെ എനിക്ക് ജീവനോടെ തരണേടാ. എന്താ അളിയ അത്? അളിയൻ ഇങ്ങനെ കുഞ്ഞുങ്ങളെ പോലെ തുടങ്ങിയാലോ? എടാ, ഞാൻ പിന്നെ എന്താ വേണ്ടത്? എടാ, ഞാൻ ആകെ കൈവിട്ട് നിൽക്കുക. ഇങ്ങനെ പോയാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അവിടെ വരെ ഞാനെങ്ങനെ ഓടിയെത്തുന്ന പോലെ എനിക്കറിയില്ല. എന്റെ ആമി, അവളെനിക്ക് വേണം മോനെ. ആത്മജിയുടെ ബൈസ്റ്റാൻഡർ അല്ലേ? അതെ. ഒന്ന് വരുമോ? അളിയ, ഞാൻ വിളിക്കാവേ. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹലോ ഹലോ ആദി, ഹലോ